ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിരിക്കുന്നത് എനിക്ക് ക്ലാസ് ഇല്ലാത്തൊരു ദിവസത്തെ വ്ളോഗുമായിട്ടാണ്. ഇപ്പോൾ രാവിലെ തന്നെ ആദുവിനെ ഉണർത്തി പാലൊക്കെ കൊടുത്തിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ റൂമിലേക്ക് വന്നിട്ട് റൂമിൽ ജനലൊക്കെ ഒന്ന് തുറന്ന് എല്ലാം ബെഡൊക്കെ ഒന്ന് നന്നായിട്ട് വിരിക്കാൻ വേണ്ടി വന്നേക്കുവാണേ. അങ്ങനെ ബെഡെല്ലാം സെറ്റാക്കി നല്ല നീറ്റാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആദുവിനെ പല്ല് തേക്കാനായിട്ട് കൊണ്ട് നിർത്തി. അങ്ങനെ അത് പല്ല് തേക്കുവാണേ. അങ്ങനെ അത് പല്ലെല്ലാം തേച്ച് ബാത്റൂമിലെല്ലാം പോയി കുളിച്ച് വന്നിട്ട് ഇരിക്കുകയാണ്. ഇനി ഫുഡ് കൊടുക്കണം ആദുവിന്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് അത് കുറച്ച് നേരം TV ഒക്കെ കാണും. അങ്ങനെ അതിന് എല്ലാം റെഡിയാക്കി അവിടെ ഇരുത്തിയിരിക്കുകയാണ്. അങ്ങനെ ആദുവിന് ഫുഡ് കൊടുക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ആദുവിൻ്റെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള കിറ്റെല്ലാം പാക്ക് ചെയ്ത് ആദുവിനെയും റെഡിയാക്കിയിട്ട് ഇനി ആദുവിനെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോവുകയാണേ. അങ്ങനെ എൻ്റെ അമ്മയും അനിയത്തിയും വന്നിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ പോയിട്ട്. അപ്പോൾ അവരാണ് ആദുവിനെ സ്കൂളിലേക്ക് കൊണ്ടുവന്നത്. ആദുവിനെ സ്കൂളിൽ വിട്ടിട്ട് അവർ നേരെ അങ്ങ് പോവും. അപ്പോൾ ആദുവിനെ എല്ലാം വിട്ടതിന് ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് ഉച്ചക്കത്തേക്കുള്ള എല്ലാം റെഡിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കപ്പയ്ക്കായിരുന്നു. അപ്പോൾ അതെല്ലാം അരിഞ്ഞു വെച്ചിട്ട് വീട്ടിൽ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ നോക്കാനായിട്ട് പുറത്തേക്ക് പോയി. അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ സമയമായി. അപ്പം ഇലയിലാണ് ഇന്ന് ചോറ് കഴിക്കുന്നത്. എല്ലാം കഴിച്ചിട്ട് പോയി കുളിച്ച് റെഡിയായി. അപ്പോഴത്തേക്കും ആദുവിനെ വിളിക്കാൻ സമയമായി. അങ്ങനെ ആദുവിനെ സ്കൂളിൽ പോയി വിളിച്ചിട്ട് നേരെ ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നത് അമ്മയുമായിട്ട്. അങ്ങനെ ആദുവിനെ സ്കൂളിലേക്ക് വിളിച്ചിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. അമ്മ മരുന്ന് വാങ്ങിക്കാൻ പോയ സമയം കൊണ്ട് ഞങ്ങളവിടെ ഇരിക്കുകയാണ്. കഴിഞ്ഞിട്ട് ഞങ്ങളൊരു കൊച്ചിന് ഡ്രസ്സ് വാങ്ങിക്കാനായിട്ട് കടയിൽ കയറി. അതെല്ലാം കഴിഞ്ഞ് അമ്മയെ അവിടെ ആക്കിയിട്ട് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് ആദുവിനെ കുളിപ്പിച്ചെല്ലാം റെഡിയാക്കി ഫുഡ് കൊടുക്കാൻ പോവുകയാണേ. അങ്ങനെ ആദുവിന് ഫുഡെല്ലാം കൊടുത്ത് സെറ്റാക്കിയിട്ട് ചായ ഇടാൻ വെച്ചു. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ടിരിക്കുകയാണേ. ഇപ്പോൾ വൈകുന്നേരം ആകുമ്പം തൂത്ത് അവിടെ എല്ലാം പുകയ്ക്കുന്ന ഒരു ശീലമുണ്ട്. അങ്ങനെ സാമ്പ്രാണി പുകയ്ക്കാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് സന്ധ്യാനാമം ഇട്ടു TV-യിൽ. അതെല്ലാം കഴിഞ്ഞിട്ട് വന്ന് വിളക്കെല്ലാം കൊളുത്തി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കഴുകിയിട്ട് കുറച്ച് തുണികളുണ്ടായിരുന്നു മടക്കാനായിട്ട്. അങ്ങനെ അതെല്ലാം മടക്കിയെല്ലാം സെറ്റാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് റൂമെല്ലാം ഒന്നും കൂടെ ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നന്നായിട്ടെല്ലാം വിരിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള റൂമിൻ്റെ ലുക്ക് ഇതാണേ. അത് കഴിഞ്ഞിട്ട് ആദുവിനെ പഠിക്കാനിരുത്തി. അങ്ങനെ ആദു പഠിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ആദുവിനെ പഠിപ്പിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം ആദുവിനും ഫുഡ് കൊടുത്തു, ഞാനും ഫുഡ് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.